ായി ഖുർആന്റെ തഫ്സീറുകൾ, അതിൽ സോഫ്റ്റ്വെയർ കിട്ടും. രാവിലെ സുബഹി നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് വന്നാൽ ആ ഖുർആന്റെ മലയാള പരിഭാഷ കേട്ടുകൊണ്ട് കിടക്കുന്ന ആളുകളുണ്ട്, ഇരിക്കുന്ന ആളുകളുണ്ട്, വിശ്രമിക്കുന്ന ആളുകളുണ്ട്. അത് കേൾക്കുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്. മാഷാ അല്ലാഹ്, അള്ളാന്റെ വീട്, അള്ളാഹു നമുക്ക് നൽകിയ വീട് അള്ളാനെ ഓർക്കുന്ന വീടായി മാറുകയാണ്. നല്ല ഖൈറാണത്. എന്നാൽ അസുഖങ്ങൾ വരുമ്പോൾ ഇതുപോലെ ഏലസും അതുപോലെ തന്നെ ഉള്ള ഉറുക്കുന്നോലുമൊക്കെ കെട്ടുന്ന സ്വഭാവക്കാരുണ്ട്. ഇതിലും ഉണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. ഇത് ഒരു വരവല്ല, ഇത് സുനാമിയാണ് വന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ജേതാ ഞാൻ അങ്ങനെ ജിന്നിനോട് സഹായം തരുന്നത് ശിർക്കല്ല എന്ന് വിശ്വസിക്കണം. അയ്യോ ഞാൻ ശിർക്ക എന്ന് വിശ്വസിക്കുന്ന ആളാ. എടാ ഈ എങ്ങനെയാ അത് പറയാ? പെണ്ണുങ്ങളെ വിളിക്ക് പോകാൻ പാടുണ്ടോ? പൊന്നാര മോനെ, എന്താ ഇജ്ജ് എവിടെ എത്തി? എന്താ ഖുർആനിലെ ഏലസിറ്റി എന്താ പറ്റി? റബ്ബുൽ ആലമീനായ തമ്പുരാൻ, ഇജ്ജ് ഇവിടെ നിൽക്കരുത്. നാളൊരു പ്രസംഗത്തിൽ കേട്ടു, ഞാൻ നേപ്പാളിൽ പോയി, ഞാൻ ഭൂട്ടാനിൽ പോയി. പടച്ച റബ്ബെ, ഇവിടെ കേരളത്തിൽ തന്നെ നിന്നിട്ടുണ്ടായ എടാകൂടം ചില്ലറയൊന്നുമല്ല. ഇനിയിപ്പോ ഭൂട്ടാനും നേപ്പാളും ഐറ്റിയും പൊളിഞ്ഞ് വാളീസായി വരും. അവിടെയുള്ള എല്ലാ പ്രസ്ഥാനം പിരിച്ചു കൊണ്ടുവരും. നമ്മൾ ഉണ്ടാക്കണ ചെറു ചില്ലറയൊന്നുമല്ല. നമ്മൾ വിചാരിക്കണ പോലെയല്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച ചെറു ചില്ലറയൊന്നുമല്ല. അത് നമുക്ക് മനസ്സിലാവും. നമ്മളെ തലയിൽ കുറച്ച് വെള്ളമൊക്കെ പാർന്ന് അടഞ്ഞു വേല ഇതാ അടഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഒന്ന് അടങ്ങിയൊക്കെ ഒന്ന് കുത്തിർന്ന് ഒരു തണുത്തള്ളം ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഒന്ന് കുടിച്ച് KJUവിന്റെ നേതാക്കളോടുള്ള ആ ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങിയിട്ട് ഒന്ന് ഇരുന്ന് ആലോചിച്ചാല് പൊട്ടന്മാര് പെരന്തിയമാരി അപ്പൊ നമ്മളുള്ളത്. പൊട്ടന്മാര് പറഞ്ഞ പോലെ ഈ നാട്ടിൽ നമ്മൾ നിന്നൂടെ, ഇവിടെ മുഴുവൻ ബുദ്ധിയുള്ളവരാണെന്ന് പറഞ്ഞ് ഒരു എന്ത് ചെയ്തു, എല്ലാരും കൂടെ ഓലെ പെരന്തി പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പൊരെന്താ നോക്കിയപ്പോ ആൾക്കാർ പറഞ്ഞ വിയർത്ത് കുളിച്ചും കുപ്പായൊക്കെ അവിടെ ഉരിയച്ചെളിയാണ്. ഒരു കുപ്പായൊക്കെ ഉരിയച്ച് കുറെ പെരന്തി ഉന്തി തിരിഞ്ഞു നോക്കുമ്പോ കുപ്പായം തുണിയൊന്നും കാണാല്ല. അപ്പൊ ബലി പറഞ്ഞ, എടാ നമ്മള് കുറെ ദൂരം പോയിക്കണേ, നമ്മള് കുപ്പായം തുണിയൊക്കെ എത്ര വേക്കില്ല, അതാരോ കൊണ്ടായതാ. ഇതുമാതിരി ഉന്തി ഇപ്പൊ വലിയ സലഫിയത്തൊക്കെ എത്തി നിരത്തി കുത്തിർക്കുക. ഇതല്ല, ബാക്ക് തിരിഞ്ഞു നോക്കുമ്പോ ആരെയും കാണല്ല. അത് ഞമ്മള് കുറെ ദൂരം പോയതല്ല, അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു പോരുക. കണ്ടില്ല ഒരാൾ പോകുന്നത്. നമ്മൾ കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയാൽ ആരും ഞമ്മളൊപ്പം ഉണ്ടാവൂല. എന്താ ഉണ്ടാകാതെക്കാൻ കാരണം? ഒന്നും ഉണ്ടായിട്ടല്ല. നമ്മൾ പറയണതിന് മുമ്പ് കണ്ടില്ല നിങ്ങള് ഈ പൂരപ്പറമ്പിൽ എന്തിനാ പടക്കം പൊട്ടിക്കണമെന്ന് ചോദിച്ചപ്പോ ഉസ്താദുമാര് പറഞ്ഞു, അത് ബാക്ടീരിയ ഒന്നായിട്ട് വരുന്നോണ്ട് നമ്മള് അത് പൂരം നടക്കുന്ന ഒരൊറ്റ പടക്കം കദീന പൊട്ടിച്ചാല് അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പോവും, ഓക്സിജൻ വരും എന്ന് പറഞ്ഞു. അപ്പൊ ചെറുപ്പക്കാര് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഓരോ മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ നേരം വെളുത്ത ഒരു കദീന പൊട്ടിച്ചാൽ പോരെ ഉസ്താദേ? ആളുകൾ ചിന്തിച്ചു, ഇന്ന് പൂരപ്പറമ്പും അതേപോലെ കദീന പൊട്ടിക്കാനും ഒക്കെ ഉണ്ടോ? പൂരപ്പറമ്പുണ്ട്, അതൊക്കെ ഒഴിവായി പോവും, അന്ധവിശ്വാസമുക്തമായി. അപ്പൊ ഇതില് ഖുർആൻ ഉള്ള ഏലസ് കെട്ടുന്നത് വസീലത്തുള്ളൂ എന്നുള്ള കൂട്ടത്തിലുണ്ട്. നമ്മളെ മുടിന്റെ മാതിരി തന്നെ മുടിന്റെ ഒപ്പം ഒരു ചെരുപ്പും കൂടി ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർ കേൾക്കാൻ പറയാൻ, നമ്മളെ മുടി കിട്ടിയില്ലല്ലോ, അതിന്റെ ഒപ്പം ഒരു ചെരുപ്പും ഉണ്ടായിരുന്നു, അതിന്റെ ഒപ്പം ഒരു പാത്രം ഉണ്ടായിരുന്നു. അവ മുടി കൊടുന്ന് ആകപ്പാടുള്ള പോലെ കാട്ടും കൊട്ടൊക്കെ ആയിപ്പോയി. അവസാനം ചോദിച്ചു, ഉസ്താദെ നമ്മള് ബോംബെന്ന് ഒരു ചെരുപ്പും കിട്ടിക്കണം, അത് തൽക്കാലം നമുക്ക് ഇമാം നവവിന്റെ ചെരുപ്പാക്ക, റസൂലിന്റെതാക്കണ്ട, ആളുകൾ വിശ്വസിക്കൂലെന്ന് പറഞ്ഞ് അപ്പൊ അത് തൽക്കാലം അവിടെ സൂക്ഷിച്ചേക്കാണ്. ഇതേപോലെ അതിൽപ്പെട്ടത് തന്നെയാണ് ഇതും. ഖുർആനിന്റെ ഉറുക്കോ ഏലസോ ആണെങ്കിൽ വിരോധമില്ല എന്ന് ചില സലഫി പണ്ഡിതന്മാർ പലയിടത്തായി പലപ്പോഴായി പറഞ്ഞതായി പറഞ്ഞിട്ട് ഇപ്പൊ കേൾക്കാൻ നോക്കും. ഇതൊന്നും മൂലിയാര് പറഞ്ഞാരി കറിയൊക്കെ നന്നായിക്കണേ, ഞമ്മക്ക് പാരണ്ടാറില്ലേ, സലഫിയത്തൊക്കെ തിരക്കടില്ല. പക്ഷെ ഈ ആദ്യമൊന്നും മുജാഹിദ് പ്രസ്ഥാനത്ത് കൊണ്ടല്ല. എന്താ ഈ ജ്യോത്സ്യന്മാരെ, സൗദി അറേബ്യയിലെ ജ്യോത്സ്യൻ ഉണ്ടെങ്കിൽ ഓനെ വേഗം കൊല്ലും. എന്താ കാരണം അറിയോ? ഓൻ ജിന്നിനോട് സഹായം തരുന്ന. അല്ലേ, ചില നാട്ടില് ജിന്നിനോട് സഹായം തേടിയ അവിടെ ബദ. ഒരുത്തം അൽഹംദുലില്ലാ എന്ന് അറബി തുമ്മിയപ്പോ
ഇർഹമുക്കുള്ള എന്ന് പറഞ്ഞു. ഇർഹമുക്കല്ല എന്ന് പറഞ്ഞു. ഓൻ അറബിക്കോനോടുള്ള സ്നേഹം കൊണ്ട് ഓന് വിസ കൊടുത്തു. ഓന്റെ ചങ്ങായനോട് പറഞ്ഞ പോലെ ഞാൻ ഇർഹമുക്കുള്ള പറഞ്ഞുകൊണ്ട് വിസ കിട്ടി. ഇച്ചും കാത്തു കിടന്നു എവിടെങ്കിലും ഒരു അറബി വല്ല അൽഹംദുലില്ലാഹ് പറയുകയാണെങ്കിൽ. അറബിക്ക് ബിസിനസ് മെച്ചം കിട്ടിയെന്ന് വിവരം കേട്ടപ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ ഉടൻ മറ്റേ ചങ്ങായി ഇർഹമുക്കല്ലാ എന്ന് പറഞ്ഞു. അറബിനെ നിന്ദിച്ച വകയിൽ ഓൻ ജയിലിലായി. കത്ത് എഴുതിയാലോ, നിന്റെ ഇർഹമുക്കുള്ളക്ക് വിസയും എന്റെ ഇർഹമുക്കുള്ളക്ക് ജയിലും കിട്ടി. ഒരു നാട്ടിൽ ജിന്നിനോട് സഹായം തേടിയ അവിടെ കുൽഫി, ഇവിടെ ആയ സൽഫി. അതിന്റെ അർത്ഥം ഇവിടെ ആരെങ്കിലും ചെയ്തു തലട്ടോ. നട്ടലിന്റെ ഉള്ളില് മുജാഹിദീസ് ഉണ്ടെങ്കിൽ അത് ചെയ്യൂല വല്ലാഹി. ഇവിടെ പറയാൻ തിരക്കടില്ല. ചിലര് ചോദിക്കൂലേ ഞങ്ങൾ ചെയ്തോ? ഞാൻ പറയുക ചെയ്യൂല. കാരണം ഒരു 4 മാസമൊന്നും ഇങ്ങനെ ഒപ്പം നടന്നു എഴുതി കണ്ടൊന്നും 10-50 കൊല്ലം നടന്നൊരു പ്രസ്ഥാനത്തിന്റെ ഉള്ളിലുള്ള ആശയത്തെ വിടാനൊന്നും നിങ്ങൾ അങ്ങനെ തയ്യാറാവില്ല. തൽക്കാലമുള്ള ചൂരുമണമൊക്കെ കേട്ട് നടക്കുന്നുണ്ടാവും. എന്നോട് ചില സുഹൃത്തുക്കൾ ചോദിക്കും നിങ്ങൾ എന്തേ അപ്പുറം? ഞാൻ പറഞ്ഞ ഏത് പുറം? ഏതൊക്കെ ഒരു പുറം വേണ്ടേ നിൽക്കാൻ? ഈ ഒരു അപ്പുറം എന്നൊക്കെ പറയില്ലേ നമ്മൾ എവിടെയുള്ളത്? പുള്ളിവറിന്റെ കടൽ യാത്രയെ കുറിച്ച് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് പറയാറുണ്ട്, മൂപ്പരൊരു പാറ കണ്ട സന്തോഷത്തിന് ഇനിയിപ്പൊ കടലില് ഒന്നുമില്ലേലും ഇവിടെ നിൽക്കാലെഴുതി പാറപ്പുറത്ത് നിന്ന് കലത്വമൊക്കെ എടുത്ത് അവിടെ കഞ്ഞിയൊക്കെ വെച്ച് കുറച്ച് ഞാൻ പണ്ട് പാറ ഇങ്ങനെ നീങ്ങണം. ഇത് തിമിംഗല. അതേപോലെ ഇപ്പൊ നിങ്ങള് നിൽക്കണ വിചാരിച്ചാണ് ഇത് പാറയാണ്. അത് കൂട്ടരെ ഇങ്ങനെ പോണ ഒരു പാറയാണ്. ആലോചിച്ച് ആ ബുദ്ധി ഉണ്ടെങ്കിൽ ഒക്കെ മനസ്സിലാക്കാനൊക്കെ നല്ലതാണ്. നോക്കൂ, എനിക്കൊക്കെ കുറെ കൂടുതലൊക്കെ അറിയാലോ അല്ലേ? അപ്പൊ എന്നോട് ചിലരൊക്കെ ചോദിക്കൂ എന്താ ഇങ്ങനെ അങ്ങനെ? ഞാൻ പറയും നമുക്ക് അങ്ങനെ ഒരു തറവാട് വിട്ടിറങ്ങണമെങ്കിൽ അതിനൊരു കാര്യമായിട്ടൊരു കാരണമൊക്കെ വേണ്ടേ സുഹൃത്തുക്കളെ? ഒരു പിരാന്തിന് കേറ്റിച്ചാടാ. കേറ്റുന്ന് കയറണമെങ്കിൽ 150 പിരാന്ത് ഒന്നിച്ചുണ്ടായിട്ടും കാര്യമില്ല. കയറെടുത്ത് വലിച്ചണം. നീനാണ് പോകാൻ സുഖ. കുറെ ആളെ ചീറ്റൊക്കെ പറഞ്ഞു പോരണമെങ്കിൽ കേരളം ഒരു കയറിട്ട് തരണം. അയിമ തന്നെ കയറണം, വേറെ വയ്യൊന്നുമില്ല. അത് സ്വർഗത്തേക്ക് കേരളമാരെ അതൊന്നും അല്ല ഈ പറഞ്ഞേ. ഈ വിശ്വാസം സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ KNM-ന് എന്തെങ്കിലും തെറ്റുകൾ പറ്റുന്നുവെങ്കിൽ അത് സൂചിപ്പിക്കാനുള്ള സഭകളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളല്ലേ നിങ്ങൾ? ആ സഭകളിലൊക്കെ അല്ലേ അവിടെയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് തന്നെയല്ലേ ഈ ഒരു മാർഗത്തെക്കുറിച്ച് അവലംബിക്കുകയും ചർച്ച നടത്തുകയൊക്കെ ചെയ്ത്